അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഒരു വേസ്റ്റ് വെള്ളം അടിച്ച് കളയുന്നതിലേക്കായിട്ടുള്ള ഒരു സ്ലറി പമ്പാണ്. അപ്പോൾ ഈ സ്ലറി പമ്പ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് പാക്കിംഗ് വരുന്നത് ഇത്തരത്തിലുള്ള പട്ടിയെല്ലാം അടിച്ച് വളരെ സെറ്റാക്കിയാണ് ഇത് വരുന്നത്. അപ്പോഴേ ഇത് നമ്മൾ ഹാർഡായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ, അത് ചെളി അങ്ങനെയുള്ള മെറ്റീരിയൽ അടിച്ച് കളയാൻ പാകത്തിനുള്ള ഒരു പമ്പാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പമ്പിൽ വരുന്ന ഫിറ്റിങ്സുകളെന്ന് പറയുമ്പോൾ ഇതിലേക്കൊക്കെയായിട്ട് 1.5 ഇഞ്ച് സെക്ഷനും 1.5 ഇഞ്ച് ഡെലിവറിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു അഡാപ്റ്റർ സെറ്റ് ചെയ്തിട്ട് നേരത്തെ ഇത് വെച്ചിരുന്ന ഒരു പമ്പാണ്. ആ പമ്പ് ഡാമേജ് ആയതിനു ശേഷമാണ് ഇവർ ഇത്തരത്തിലൊരു പമ്പ് വെക്കുന്നത്. അപ്പോൾ ആ ലൈനിനെല്ലാം വന്നിരിക്കുന്നു. 1.5 ഇഞ്ചാണ് ഇതിൻ്റെ സെക്ഷൻ ഡെലിവറിയും വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത്, അതായത് ആ ഒരു സെക്ഷൻ്റെ അകത്ത് തന്നെ ഫുഡ് വാൾവ് വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്തായിട്ട് ഈ വരുന്ന ഒരു പമ്പ് സൈഡിൻ്റെ ആ ഭാഗത്തായിട്ട് വെള്ളം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് 1/2 ഇഞ്ച് അപ്പുറത്തൊരു പ്ലഗ് കാണാൻ സാധിക്കും. ആ 1/2 ഇഞ്ച് പ്ലഗിൽ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ 1/2 ഇഞ്ച് പ്ലഗ് അഴിച്ചു മാറ്റിയതിന് ശേഷം അവിടെ ഒരു 1/2 6-ൻ്റെ ഒരു എക്സ്നിപ്പിളും അതിലൊരു 1/2 ഇഞ്ച് വാൽവ് ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് തുറക്കാനും അടയ്ക്കാനും എളുപ്പത്തിനാണ്. ഇതിൻ്റെ സ്ലെഡ്ജ് മാറ്റുന്നതിലേക്കായിട്ട് ഇതിന് താഴെ ഒരു ചെറിയൊരു ഓപ്പണിങ് കാണാൻ സാധിക്കും. അവിടെ ആ ഭാഗത്തായിട്ട് ഈ ഒരു താഴെ ഒരു ഭാഗത്തായിട്ട് അത് വേസ്റ്റ് അടിയുമ്പോൾ അത് മാറ്റാനുണ്ട്. നമ്മൾ ഈ ടാങ്കിലാണ് ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതാ ഈ ഒരു കോർണർ ടൈപ്പിലായിട്ടാണ് ഈ പമ്പ് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ റാഗ് ബോൾട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റാഗ് ബോൾട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല ടൈറ്റാക്കി തന്നെ ഇത് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം പമ്പ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കണം. ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്ററൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ലൂസാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നമുക്ക് ഒരു ഷേക്ക് ഇല്ലാത്ത രീതിയിൽ വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ വാഷ് ബേസിനിൽ സെറ്റ് ചെയ്യുന്ന റാഗ് ബോൾട്ടാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഒരു 14 ബിറ്റിട്ടിട്ട് ആ ഒരു ഇതിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഈ പമ്പിനെ കുറിച്ച് പറയുന്നത് ഇതൊരു 3 ഫേസ് 1 HP പമ്പാണ്. അപ്പോൾ സിംഗിൾ ഫേസ് ഉപയോഗിക്കുന്നത് ഒരുപാട് സമയം അടിക്കേണ്ടതായിട്ട് വരുമ്പോൾ പമ്പിന് പിന്നീട് കാലക്രമേണ ഡാമേജൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് 3 ഫേസ് പമ്പ് തന്നെ ഇതിൽ വെക്കുന്നത്. അപ്പോൾ 3 ഫേസ് പമ്പാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം അധികമായിട്ട് ഓടിയാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ലൂബി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു പമ്പാണ്. അപ്പോൾ ഈ പമ്പാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇത് നമ്മൾ പമ്പിൻ്റെ സക്ഷൻ പവർ അതിലും ഡെലിവറി സൈഡിലും 1.5 ഇഞ്ചിൻ്റെ 2 അഡാപ്റ്റർ വീതം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു യൂണിയൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യൂണിയൻ ഇടുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ പൈപ്പ് കട്ട് ചെയ്ത് സോക്കറ്റ് ഇടുന്നതിന് പകരം യൂണിയൻ അഴിച്ച് മാറ്റിയാൽ മതിയാകും. അതുമാത്രമല്ല നമുക്ക് ആ ഫുഡ് വാൾ സെക്ഷൻ്റെ ആ ഭാഗത്തായിട്ട് ഫുഡ് വാൾ വിടുമ്പോൾ ഫുഡ് വാളിന് എന്തെങ്കിലും ബ്ലോക്കേജ് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം വരുമ്പോഴാണെങ്കിൽ നമുക്ക് അവിടെയും പൈപ്പ് കട്ട് ചെയ്യാതെ തന്നെ ഈ യൂണിയൻ നമുക്ക് അഴിച്ച് മാറ്റി ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഈ യൂണിയൻ ഇടുന്നതിനുള്ള അഡ്വാൻറ്റേജ്. പമ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു പ്ലഗ് കാണാൻ സാധിക്കും. ഈ പ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യുന്നതിലേക്കായിട്ടാണ്. അപ്പോൾ നമുക്കത് അതിലൂടെ വീഴ്ത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു 6 പൈപ്പ് നിപ്പിൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിലൊരു 1/2 ഇഞ്ചിൻ്റെ വാൾവ് ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാൾവ്
ഓപ്പറേറ്റ് ചെയ്ത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനും പറ്റും. അതെങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ഈ ടാങ്കിൽ നിന്ന് നേരെ ഇത് പമ്പ് ചെയ്ത് STBയിലോട്ടാണ് പമ്പ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ പമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഈ കാണുന്ന വാഴത്തോട്ടത്തിൽ ബാക്കി കൃഷിക്ക് ആവശ്യമായ വെള്ളം ഇത് ട്രീറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഒരു STBയിലോട്ട് ഇത് നേരെ നിന്നിട്ട് STBയിലോട്ട് കണക്ട് ചെയ്യുകയും STBയിൽ നിന്ന് വെള്ളം ട്രീറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള വാഴക്ക് അങ്ങനെയുള്ള കൃഷി ആവശ്യത്തിനാണ് ഈ വെള്ളം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല ഇതിപ്പോൾ STBയിലെ കുറച്ച് വർക്ക് നടക്കുന്നതിലായിട്ട് വെള്ളം ഇപ്പോൾ ഈ പമ്പ് ഓൺ ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് അതിൻ്റെ പമ്പിൻ്റെ കുറച്ച് ഡാമേജുകളുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിലായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വർക്ക് ഇതുവരെ തുടങ്ങിയില്ല. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ പമ്പ് വെച്ചതിന് ശേഷം അവരിനി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പമ്പ് ഓൺ ആക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that?